നിയമന അംഗീകാരം ലഭിക്കാത്തതിനെ തുടർന്ന് കോഴിക്കോട് കട്ടിപ്പാറയിൽ അധ്യാപിക ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിന് വീഴ്ച സംഭവിച്ചതായി അന്വേഷണ റിപ്പോർട്ട്. താമരശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകിയ റിപ്പോർട്ടിലാണ് കോർപ്പറേറ്റിന്റെ വീഴ്ച വ്യക്തമാകുന്നത്. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 4 മണിയോടെ കട്ടിപ്പാറ ഹോളി ഫാമിലി സിറോ മലബാർ പള്ളി സെമിത്തേരിയിൽ അലീന ബെന്നിയുടെ മൃതദേഹം സംസ്കരിച്ചു. കോർപ്പറേറ്റ് മാനേജ്മെന്റ് അലീന ബെന്നിയുടെ നിയമനാപേക്ഷ താമരശ്ശേരി AEOയിൽ നൽകുമ്പോൾ അലീന കേറ്ററ്റ് പാസ്സായിരുന്നില്ല. ചട്ടപ്രകാരം ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നൽകണമെങ്കിൽ കേറ്ററ്റ് പാസ്സായിരിക്കണം. ഇങ്ങനെ 2019 മുതൽ ആരംഭിച്ചതാണ് അലീനയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ അനാസ്ഥകൾ. കേറ്ററ്റ് പാസ്സായി 2021 വീണ്ടും അപേക്ഷിക്കുന്നു. കട്ടിപ്പാറ നസ്രത്ത് LP സ്കൂളിലേക്ക് നിയമനത്തിനായിരുന്നു വീണ്ടും അപേക്ഷ. അവധിയിൽ പോയ മറ്റൊരു അധ്യാപികയുടെ ഒഴിവിലേക്കായിരുന്നു അപേക്ഷ സമർപ്പിച്ചത്. എന്നാൽ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നിയമനം വിദ്യാഭ്യാസ വകുപ്പ് നിരസിച്ചു. പിന്നീട് 2024 കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂളിലെ നിയമനത്തിനായി അപേക്ഷ സമർപ്പിച്ചെങ്കിലും അതും നിരസിക്കുകയായിരുന്നു. കോർപ്പറേറ്റ് മാനേജ്മെന്റ് ആവശ്യമായ രേഖകൾ സമർപ്പിക്കാൻ തയ്യാറാവാത്തതായിരുന്നു കാരണം. 2025 ജനുവരിയിൽ നൽകിയ അപേക്ഷ വകുപ്പിന്റെ പരിഗണനയിൽ ഇരിക്കെയാണ് അലീനയുടെ മരണം. ഭിന്നശേഷി മാനദണ്ഡപ്രകാരമുള്ള നിയമനങ്ങൾ കോർപ്പറേറ്റ് മാനേജ്മെന്റിന് കീഴിലുള്ള സ്കൂളുകളിൽ പൂർത്തീകരിക്കാത്തതിനാൽ അലീനയ്ക്ക് സ്ഥിരം നിയമനം നൽകാൻ കഴിയില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മാനേജ്മെന്റിനെ അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ അനാസ്ഥകൾ വ്യക്തമാക്കുന്നതാണ് AEO സമർപ്പിച്ച റിപ്പോർട്ട്. അലീന ബെന്നിക്ക് സ്ഥിര നിയമന അംഗീകാരത്തിനുള്ള അപേക്ഷ 2021 AEOയിൽ നൽകിയതാണെന്നും ഇതിനായി 1 രൂപ പോലും സംഭാവനയായി സ്വീകരിച്ചിട്ടില്ലെന്നുമായിരുന്നു താമരശ്ശേരി കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ വിശദീകരണം. വിദ്യാഭ്യാസ വകുപ്പിലെ സാങ്കേതിക തടസ്സങ്ങൾ മൂലം നിയമന അംഗീകാരം വൈകിയതാണെന്നും കോർപ്പറേറ്റ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു. എന്നാൽ ഈ വാദങ്ങൾ തള്ളുന്നതാണ് AEO റിപ്പോർട്ട്. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടി. മാധ്യമങ്ങളുള്ള വിവരങ്ങൾ മാത്രമാണ് ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ടീച്ചറിന്റെ കുടുംബത്തോടുള്ള അഗാധമായ ദുഃഖവും രേഖപ്പെടുത്തി. അധ്യാപികയുടെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ താമരശ്ശേരി AEO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. 6 വർഷക്കാലം ജോലി ചെയ്തിട്ടും 1 രൂപ പോലും വേതന ഇനത്തിൽ ലഭിച്ചില്ല എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം. 2019 നിയമനത്തിനായി 13 ലക്ഷം രൂപ കോർപ്പറേറ്റ് മാനേജ്മെന്റിന് നൽകിയതായും കുടുംബം ആരോപിക്കുന്നു. അലീനയ്ക്ക് സ്ഥിര നിയമനം ലഭിക്കാതിരുന്നത് മാനേജ്മെന്റ് കൃത്യമായി ഇടപെടാതിരുന്നതുകൊണ്ടാണെന്നും അലീനയുടെ പിതാവ് ആരോപിച്ചു. അലീനയുടെ മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ 2 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. മാർച്ച് 26 കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അലീനയുടെ മൃതദേഹം ഉച്ചയ്ക്ക് 2:30 കട്ടിപ്പാറയിലെ വീട്ടിലേക്ക് എത്തിച്ചു. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും അന്തിമോപചാരം അർപ്പിച്ചു. 4 മണിയോടെ കട്ടിപ്പാറ ഹോളി ഫാമിലി സിറോ മലബാർ പള്ളി സെമിത്തേരിയിൽ അലീനയുടെ മൃതദേഹം സംസ്കരിച്ചു. ന്യൂസ് മലയാളം, കോഴിക്കോട്.